അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം ഇവിടെ 4:40 ഈവനിങ് ആണ്. അപ്പോൾ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എൻ്റെ വ്ളോഗ് ഇന്നലെ ഇട്ടിട്ട് എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു വ്ളോഗ് ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് എവിടെയും നോമ്പ് അറിയില്ല. ആരെങ്കിലും വിളിക്കുമെന്ന് ചോദിച്ചാൽ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ എന്നെ ആരും വിളിക്കുന്നില്ല. അവർ ഞാൻ വിരിച്ച് എനിക്കുള്ള നോമ്പ് പറയാൻ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് മോള് സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞ്. എനിക്ക് എത്ര സിസ്റ്റേഴ്സാണെന്നറിയാമോ? 5 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നലെ വേറൊരു സിസ്റ്റർ വീട്ടിലാണല്ലോ ഞാൻ പോയത്. അപ്പോൾ ഇന്ന് മോള് വേറൊരു ഏട്ടത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എന്തെങ്കിലും നോമ്പോറ് ഉണ്ടാക്കണം. ഞാൻ എന്തുണ്ടാക്കും? അപ്പോൾ ഞാൻ ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കുക? എനിക്കൊരാക്കല്ലേ വേണ്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദോശയും ചില്ലി ചിക്കനും ഉണ്ടാക്കുക. നാസ്തയാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. അല്ലാണ്ട് ചായക്കടി നാസ്ത എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പോൾ കടി ഒഴിവാക്കാം. പിന്നെ നോമ്പ് തുറന്നതിന് കഴിഞ്ഞാൽ ഇവിടെ ഒരു റംസാൻ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകണം. അവിടെ എന്തെല്ലോ ചിക്കൻ കബാബ് അങ്ങനത്തെ എല്ലാം ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നത്. ഇൻഷാ അല്ലാ അവിടെ പോവും. അപ്പോൾ അവിടെ പോകുമ്പോൾ ബാക്കി വീഡിയോസ് എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കട്ടെ. ഓക്കെ, കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ കിട്ടും. എന്തായാലും ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ദോശക്കൊന്നും അരി പൊതിർത്തിയിട്ടില്ല. ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചതാണല്ലോ. അപ്പോൾ അവൻ്റെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ട് അരി പൊതിർത്താം ഫസ്റ്റ്. ഇനി പുഴുങ്ങലരിയൊന്നും പൊതിർത്തി ഇപ്പോൾ പോരില്ല. നമുക്ക് കുറച്ച് നേരിയ അരി എടുത്തിട്ട് പൊതിർത്താം. അപ്പോൾ ഗൈസ്, ഞാൻ കിച്ചണിൽ ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആരാ ഗസ്റ്റ് നോക്കാം? എൻ്റെ മോൻ മറ്റുള്ള ഏട്ടത്തിൻ്റെ വീട്ടിൽ കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇതാണ് എൻ്റെ സിസ്റ്ററുടെ മകൾ. മുഖ കാണിക്ക്. ഇത് അവരുടെ വളരെ ചെത്ത് പയ്യനാണ് ഗൈസ്. നിങ്ങൾ കണ്ടോ? വാവ്, മൊഞ്ചനാണ്. ഇത് ഏട്ടത്തിൻ്റെ മോള്. ഓള് നോമ്പായതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇടാത്തതുകൊണ്ട് ഫുൾ റിയലായിട്ട് അതാണ് ഇവളെ യഥാർത്ഥ സൗന്ദര്യം. രാത്രി നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ കാണിക്കാം, ജയിക്കൂല. അങ്ങനെ വന്ന് അവർ തിരിച്ചു പോയി. ഇനി എനിക്കിത് നോമ്പ് ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടാവും നല്ലതാവുമല്ലോ. എന്തായാലും നോക്കാം. നമുക്ക് ആദ്യം അരി പൊതിർത്താം. അരി പൊതിർത്തി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞിരിക്കണം. നേരിയ അരിയാണ് ഗൈസ് ഞാൻ പൊതിർത്തുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ എൻ്റെ നോമ്പ് പറയുക. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ദോശ, ബത്തക്ക, എന്തെന്നാ കസ്കസ് വാട്ടർ, അതായത് ലെമൺ ജ്യൂസിൽ കസ്കസ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഇത് ഞാൻ മാത്രമായതുകൊണ്ട് ഇത് മാത്രമേ നോമ്പുള്ളൂ. അപ്പോൾ ഒക്കെ ഇപ്പം ബാങ്ക് കൊടുക്കും. അങ്ങനെ എൻ്റെ നോമ്പ് തുറന്നു, നിസ്കാരം കഴിഞ്ഞു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇന്ന് ഭയങ്കര ക്ഷീണം എനിക്ക് നോമ്പ് തുറന്നപ്പോൾ. എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം ഇന്ന്. പക്ഷേ എന്നാലും സാരിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റംസാൻ മാർക്കറ്റ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അതുമല്ല, എൻ്റെ മോളെ ഏട്ടത്തിൻ്റെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ റംസാൻ മാർക്കറ്റ് പോവാണ്. ഇതാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി റംസാൻ മാർക്കറ്റിൽ പോയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ കാറിൽ കയറി. ഇതാ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 9:15 9:30 അങ്ങനെ എത്രയാണ് രാത്രി. പിന്നെ റോഡൊക്കെ കണ്ടോ, ഇരുട്ടടച്ചിട്ടുള്ളത്. പക്ഷേ റംസാൻ മാർക്കറ്റ് രാത്രിയാണ് ഉണ്ടാവുക. തറാവിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഉണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് റംസാൻ മാർക്കറ്റ് കാണണ്ടേ, നമ്മുടെ നാട്ടിലെ റംസാൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം ഞാൻ. ഓക്കെ, തറവാട്ടിലെത്തി. അവിടുന്ന് വെൽറ്റഡ എൻ്റെ കൂടെ എൻ്റെ ഫെമീത്ത ഉണ്ട്. ഫെമീത്തൻ്റെ മക്കളും എൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റംസാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ റംസാൻ സൂക്കിലെത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വിചാരിച്ച പോലെയല്ല, നോമ്പിനും ഇത്രയും ആൾക്കാർ. എനിക്കൊന്ന് എല്ലാവരും നോമ്പ് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാന്ന് തോന്നും വരുന്നത്. ഭക്ഷണമൊന്നും വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പെണ്ണുങ്ങന്മാർക്കും ആണുങ്ങന്മാർക്കും അത് കഴിയുന്നില്ല. എന്താണ് പറയാ,
അടിപൊളിയാണല്ലോ. ഒരുപാട് സ്റ്റാളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെയുള്ള ഒരു സ്റ്റാള് ഇതാണ്. ഇങ്ങനെ സ്റ്റാളുണ്ട്. യെസ്, നോക്കട്ടെ. അപ്പോൾ ഇവിടെയുള്ള നെക്സ്റ്റ് ഷോപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഫുഡിൻ്റെതാണ്. മട്ടൻ നാടൻ സ്പ്രിംഗ് ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ഡ്രം സ്റ്റിക്സ്. നമ്മൾ വാങ്ങിയത് എന്താ ചിക്കൻ ഷവായിയാണ്. ഷവായി ഇതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നല്ല നാടൻ ഫുഡാണ് ഇഷ്ടം. അപ്പോൾ നാടൻ ഫുഡ് നോക്കിയിട്ട് നടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അബിൽ മിൽക്ക് വാങ്ങാൻ വന്നിട്ടുണ്ട്. അബിൽ മിൽക്ക് തടി നല്ല ഉഷാറാവും. ഇപ്പുറം കുറേ കച്ചുകളുണ്ട്. അപ്പോൾ അവിൽ മിൽക്ക് കുഴപ്പമില്ല, നല്ലുണ്ട്. കുറേ അവിലുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. വീട്ടിൽ വന്നിട്ടാണുള്ളത്. ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. നല്ല മണമെന്നാണ് ഇവർ പറയുന്നത്. നോക്കാം, വീട്ടിൽ പോയിട്ട് പുകയിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ ഇവിടുന്ന് ഈ ബ്രേസ്ലെറ്റ് വാങ്ങി. അടിപൊളി. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പർദ്ദെല്ലാം കഴിച്ചിട്ടു. ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.